സംസ്ഥാന സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകളെ വിമർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോക കേരള സഭ നടത്തി സർക്കാർ കോടികൾ ധൂർത്തടിക്കുകയാണ്. ലോക കേരള സഭ നിർത്തിവെച്ച് ആ പണം കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായമായി നൽകണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ നിരുത്തരവാദിത്വപരമായ നയമാണ് സ്വീകരിക്കുന്നത്. ലോക കേരള സഭ നടത്തി കോടികൾ ധൂർത്തടിക്കുകയാണ്. ഇതിന്റെ ഗുണം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങളിൽ കറങ്ങുമ്പോഴും ഒരു ലേബർ ക്യാമ്പിൽ പോലും പോകാൻ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് കാലത്തെ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കായെന്നും കോവിഡ് സമയത്ത് മടങ്ങി വന്ന പ്രവാസികൾക്ക് ചെറിയ ലോൺ കൊടുക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു കാലമായി ലോക കേരള സഭ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ മാമാങ്കം തന്നെ ഇവിടെ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചെലവഴിക്കുന്ന തുകയുടെയും നടത്തുന്ന പ്രചാരണങ്ങളുടെയും ഒക്കെ വലിപ്പം വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം പോലും പ്രയോജനം നമ്മുടെ പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല. മുഖ്യമന്ത്രി നിരന്തരമായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരാളാണ്. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് വരെ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ലേബർ ക്യാമ്പിലും പോയിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല ലേബർ ക്യാമ്പുകളിലും പോയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പ്രവാസികളുടെ ജീവിതത്തെ സംബന്ധിച്ചോ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല, എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എയിംസ് ഏത് സ്ഥലത്ത് വരണമെന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.